എക്സാമ്പിളാണ് ഞാൻ കാണിക്കാനുള്ള ഇതിപ്പോൾ ഒരു ശരിക്കും ഒരു എംബഡഡ് സിസ്റ്റം ആണ്, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ല. ഇത് എംബഡഡ് സിസ്റ്റം ആണെങ്കിലും ഇതിപ്പോ ഒരു സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടർ ചെയ്യുന്ന ജോലികളും ചെയ്യും, ആ കമ്പ്യൂട്ടർ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ഈ ക്യാമറ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള സെൻസിങ്ങും പ്രോസസ്സിങ്ങും എല്ലാം ചെയ്യും. ഈ പിന്നുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഈ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇതിന്റെ മദർ ബോർഡിലെ CPU-ന്റെ പിന്നുകളൊന്നും നിർത്തിയാൽ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയർ എഴുതി വെച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റു സോഫ്റ്റ്വെയർ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ആ സർക്യൂട്ടിനനുസരിച്ചാണ്. ഇവിടെ നമ്മൾ ഈ സർക്യൂട്ട് നമ്മുടെ കയ്യിലായിരിക്കും. സർക്യൂട്ട് CPU മാത്രമേ ഉള്ളൂ. സർക്യൂട്ടിന് ബാക്കി ഐഡിയാസ് ഒക്കെ നമ്മുടേതാണ്. ആ നമ്മുടെ ഐഡിയാസ് ആ സർക്യൂട്ടൊക്കെ ചേർത്തിട്ട് ഇതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിന്റെ ഓരോ പിന്നുകൾ എങ്ങോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പൊ ഇതൊരു അഡ്വാൻസ്ഡ് എംബഡഡ് സിസ്റ്റം ആണ്. അപ്പൊ ഇത് ശരിക്കും ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ലോഡ് ചെയ്തിട്ട് നമുക്ക് C ലാംഗ്വേജിലും മറ്റുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. മറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിനാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബൈനറി കോഡഡ് ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ്. അപ്പം മെഷീൻ ലാംഗ്വേജിലാണ് നമ്മൾ സാധാരണ ചെറിയ മൈക്രോ കൺട്രോളർ എംബഡഡ് സിസ്റ്റത്തിന്റെ ബിഗിനിങ്ങിൽ പ്രോഗ്രാം എഴുതുന്നത്. പക്ഷെ നമ്മൾ എത്തിച്ചേരുന്നത് അവസാനം ഈ രംഗത്തേക്കായിരിക്കും. സാധാരണ കമ്പ്യൂട്ടറും ഈ എംബഡഡ് സിസ്റ്റവും കൂടെ മിക്സ് ആകുന്ന ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഹാർഡ്വെയറിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഫങ്ഷണൽ ബ്ലോക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ പറയുകയാണെങ്കിൽ ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് എന്തായിരിക്കും സാധാരണ ഡിവൈസ്? എക്സാമ്പിൾ പറയാം. കീബോർഡ്, മൗസ്, മൈക്ക്, അതെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇൻപുട്ട് ഡിവൈസ്, പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് സെൻട്രൽ പ്രോസസ്സിംഗ് ആയതുകൊണ്ട് CPU എന്ന് പറയും. CPU. പിന്നെ ഔട്ട്പുട്ട് അല്ലേ, ഔട്ട്പുട്ട് ഡിവൈസ്. ഇത്രയും മതിയോ ഒരു കമ്പ്യൂട്ടറാണ്? ഇൻപുട്ട് ഡിവൈസ്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ. ഇത്രയും മതിയോ? മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തു, പ്രോസസ് ചെയ്തു, ഔട്ട്പുട്ടിൽ വന്നു. അത് കാൽക്കുലേറ്റർ പോലെ ആകുന്നു അല്ലേ? ഇൻപുട്ട് കൊടുത്ത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടിൽ വന്നു. പക്ഷെ അത് സ്റ്റോർ ചെയ്യുകയും രണ്ടാമത് റീകോൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, മോഡിഫൈ ചെയ്യുക ചെയ്യുമ്പോഴാണ് അതിന് മീനിങ്ഫുൾ ആകുന്നത്. അപ്പം മെമ്മറി വേണം. മെമ്മറി എത്ര ടൈപ്പ് ഉണ്ടാവും? നമ്മൾ ബ്രോഡായിട്ട് പറയുന്നത് 2 ടൈപ്പ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി മെമ്മറി എന്തിനാ? ഓൺലൈൻ മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഏത് ലൊക്കേഷനിൽ നിന്നും ഈക്വൽ ടൈം കൊണ്ട് നമുക്ക് എടുക്കാനും വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് റാം എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക് ആയിരിക്കും. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെക്കാനിസം അല്ലെ, അതിന്റെ ടെക്നോളജി ഇലക്ട്രോണിക് മെമ്മറി ആയിരിക്കും, ഐസിയിലായിരിക്കും. CPU എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇലക്ട്രോണിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില IC ട്രാൻസിസ്റ്ററും സംഗതികളൊക്കെ വെച്ചാണ് CPU ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ CPU അതേ ടെക്നോളജി തന്നെ മെമ്മറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരേ സ്പീഡിൽ സിങ്കർണൈസ് ചെയ്ത് വർക്ക് ചെയ്യും. പക്ഷെ അതിന് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വില കൂടുതലാണ്, നമ്മൾ കുറച്ച് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനേക്കാളും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ CPU ഡാറ്റ എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന സ്ഥലം മെമ്മറിയാണ്. അപ്പൊ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് എടുക്കണം, എവിടെ വെക്കണം എന്നൊക്കെ പറയുന്ന ഒരു അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട്. അല്ലാതെ എടുക്കാനും വെക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഷെൽഫിൽ സാധനം വെക്കുമ്പോഴത്തേക്ക് ഏത് റാക്കിൽ വെച്ചു, എവിടെ വെച്ചു എന്ന് പറഞ്ഞാലേ എടുക്കാനും വെക്കാനും പറ്റുള്ളൂ. ഇവിടെ അതേപോലെ തന്നെ മെമ്മറി ഉണ്ടെങ്കിൽ, റാം എന്ന് പറഞ്ഞ മെമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ റാം എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു 8 GB റാം ഇരിക്കട്ടെ, അത് നമുക്ക് CPU ആയിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ആ മെമ്മറി ലൊക്കേഷൻ അത്രയും മെമ്മറിയെയും നമ്മൾ CPU അഡ്രസ്സ് പറഞ്ഞ് സാധനം വെക്കണം, അവിടുന്ന് അഡ്രസ്സ് പറഞ്ഞ് സാധനം എടുക്കണം.
അഡ്രസ് എങ്ങനെ ആയിക്കോട്ടെ, നമ്പർ ഇട്ടിട്ട് ആയിക്കോട്ടെ. നമ്മളിപ്പം അഡ്രസ് പറയുന്ന വീട്ടുപേരും സ്ട്രീറ്റിന്റെ പേരും സിറ്റിയൊക്കെ പറയും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ പറയുമ്പോൾ അതൊന്നും പറയില്ല. കമ്പ്യൂട്ടറിൽ കുറെ ബൈനറി പാറ്റേൺ വെച്ചിട്ട് ഒരു അഡ്രസ് പറയും. ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ആയിരിക്കും അതിന്റെ അഡ്രസ്. ഒരു ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷന്റെ അഡ്രസ് നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് 000 ആയിരിക്കും. ഇവിടെ 001 2 ഇങ്ങനെ അഡ്രസ് ഉണ്ടാവും. ഈ അഡ്രസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് എഴുതുന്ന ഒരു കള്ളി ഉപയോഗിച്ചിട്ട് എത്ര പോസ്റ്റ് ഓഫീസിന് അഡ്രസ് കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടാവും. അത്രയും പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടാവുള്ളെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരങ്ങനെ ചെയ്തു വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഡ്രസ് ചെയ്യാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നാണ് ഗ്രൂപ്പ് ഓഫ് സിഗ്നൽസ് അല്ലെ വയേഴ്സ്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് വയർ ഇട്ടിട്ട് ആ വയറിന്റെ ഓരോ എൻഡിലും നമ്മൾ വരുന്ന വോൾട്ടേജ് നോക്കിയിട്ട് അത് 1 ആണോ 0 ആണോ നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് ആ ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അഡ്രസ് പറയുന്നത്. 3 വയറിൽ എന്താണ് ഉള്ളത് അതനുസരിച്ചായിരിക്കും അതിന്റെ അഡ്രസ്. അപ്പൊ ഈ കൊടുക്കുന്ന അഡ്രസ്സിന് ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ 3 വയറിന്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ CPU കമ്മ്യൂണിക്കേറ്റ് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 3 വയറിനെ വെച്ചിട്ടുള്ള എത്ര നമ്പർ ഇടാൻ പറ്റും, അത്രയും മെമ്മറിയെ ഇടാൻ പറ്റും.